रिएक्शन चैनल में और आज हम लेके आए पंजाबी हाउस के सीन 4 का रिएक्शन। तो लास्ट सीन में देखा कि इनका राज जो है वो 2 लड़कियों के सामने खुल चुका है। अब आगे क्या होता है वो देखना होगा और साथ में उनको पी के भी देखा हुआ है कि वो बोल सकते हैं। यार मतलब वो जब पूछी थी मतलब तुम बोल नहीं सकते पर तुम गा सकते हो। हाँ। ये सवाल मेरे को बहुत अच्छा लगा। और वो बात भी जब वो कह रहे थे कि नहीं मेरे किडनी का दर्द है इसलिए मैं डम एक्ट करता हूँ, तो वो कहती है कि भाई तुम्हारे किडनी तुम्हारे मुंह में है तुम्हें बोलने में प्रॉब्लम हो रही है। तो बहुत ही हिलेरियस डायलॉग्स है, देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ब्रश कर रही है। ഞാനെന്തെല്ലാം സ്വപ്നം കണ്ടോളാ നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് सेम सपना। പട്ടി എന്നല്ല അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ടു? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കാൻ ഞാനെന്താ പൊട്ടനാ? ऐसे होता है क्या? അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. मेरी ड्रीम में भी बोल रहा था, तेरी ड्रीम में भी बोल रहा था। सेम डायलॉग। बस कोई खुशी की बात हो, हमारा ढोल बजता है हमारे यहाँ। किसकी शादी? पूजा की। किससे? बधाई हो पूजा। किसके साथ? दूल्हा कौन है? दूल्हा बताओ दूल्हा। वो खुश नहीं लग रही। ओले, ഒരു സന്തോഷ വാർത്ത പറയാം. ऐसे मिठाई खाएगी वो? क्या हो गया? ബേബി बेटी पैसे? पैसे कितने दिए? എത്ര സ്ഥാപനങ്ങൾ അവർ ചോദിച്ചതെന്ന് तुझे ये लैंग्वेज समझ അതൊന്നും എന്റെ आती മോൾ है? അറിയണ്ട. അതൊക്കെ നിന്റെ ഭയ്യ വേണ്ട പോലെ നോക്കിക്കോളും. नहीं नहीं, पैसे लेके नहीं फायदा। എടുക്കും മോളെ. सौदा थोड़ी हो रहा है। പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും 2 companies കൊച്ചിയിലെ in പലതും many other ചോദിച്ചതിലേക്ക് things in Cochin. അവർ Oh, ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവര് ചോദിക്കുന്നത് എന്താ തെറ്റ്? അത് ആരായാലും ശ്രീധരൻ ചോദിക്കലേ. സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ആ. അവൾ ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റൂ? സുനോ, कोई तो बात देखे तो सिकंदर ये शादी के लिए मंजूरी देगा? नहीं। അതെ, ഒന്നും കാണാൻ സെക്കൻഡറി സമ്മതിക്കുവോ? നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ഭയ്യ ഒരു ദിവസം പോലും അവന് വേണ്ടി ജീവിച്ചിട്ടില്ല. എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ അവൻ. ഭയ്യ പറയുന്നത് മോൾ അനുസരിക്കണം. अरे यार, यार उसकी അവൾക്ക് मर्जी। ഇഷ്ടല്ല. അതെന്തായാലും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സെക്കൻഡർ എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. इतना दहेज थोड़ी ना होता है। ഇങ്ങനെ കിടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ഭയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ തലയൊന്നും കേറില്ല. ഭ്രാന്താ. നിന്നോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് ഭ്രാന്തായി. നിന്റെ ഭയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു. कैसे? എന്താ അയ്യേ, ഇതെന്ത് കോലം? ഇവിടുത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് नाइस ड्रेस। അല്ല എന്താ കാണണോന്ന് പറഞ്ഞ? ഉം. അയ്യേ ചോ ലവലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കണം. ഇതെന്താ ഇത്? മലയാളം. അക്ഷര മലയാളം. മേ പൂജാനോ ദോ സലാം തോ ക്യാ കാ? പഞ്ചാബിയാ. पंजाब। പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പൊന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ഓ. ശബ്ദമല്ലേ? अरे ऐसे नहीं। അല്ല, ഇത് വായിക്കി. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. महिंद्रा। വായിക്കാൻ. मैं पूजानो दो सलाम दो प्यार करना है। एक तुझे बगैर अभी जिंदा नहीं रह सकते। ये उससे करवा लिया ने पूजा दिया गया थे और नल पीता था। इतनी गुजराती वो जैसा है बहुत बिल्कुल। देख लेंगे। ओए ओए, क्या? നീ ആരാ? ഓ, ഗബ്ബർ ഈ സിംഗോ? വിളിക്കാൻ. ആരാ ഈ മഹീന്ദ്ര? गब्बर सिंह। പൂജയെ കെട്ടാൻ പോകുന്ന ആളാ. ആഹാ,
ഞാൻ എന്തായാലും പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ പസ. സാധിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം, ഞാനൊരു ആ, പാപം. ബേ, ബേ, ബേ. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്, നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. ले ब्लैकमेल चालू हो गया कैसे सो रहे फुल ऑरेंज ऑरेंज വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീട്ടിയെറിയടാ. തലയിലിട്ട് ഞോണ്ടാ മതി. अरे इसे लेटर मिलेगा इसकी गर्दन में अरे सोनारे, ये छोटा कागज है। मेरे पास करोड़ों कागज है। എന്റെ പറ്റി डॉग പട്ടിന്നല്ല, പറ്റി. पत्ती ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? യാ ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൻ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടറും പാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ, ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുത്ത് പറഞ്ഞേക്കാം. ഓടെ അങ്ങോട്ട്. मैं पूजनम तो सलाम सलाम तो प्यार करता है क्या साले उल्लू की पट्टी क्या बोलता है? अब ते वाईचे राम ओमा वाईचे राम चुपचाप ഞാൻ തന്നെ ലേറ്റ് ജീവിതം പറ്റി കളിക്കരുത്. निकल बाहर। ब्रोटा ले क्या है क्या करता है? കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? उधर से ഛീ, വൃത്തികെട്ടവൻ. അതിനിടയ്ക്ക് അവൻ ചെയ്താ? अरे लेटर पकड़ी जाएगी ओ ये लग रहा है सिकंदर शेट्टी सिंह थे ना उसमें हाँ। सुनील शेट्टी ഗംഗാധരൻ പണയം എടുത്തുള്ളൂ. पर ये क्या मैचिंग है रेड कपड़े ग्रीन पग तोता बना दिया है पूरा ओए 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 बहुत मार रहे कंट्रोल ആരാടാ നീ? ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തത്? अरे मत मारो സത്യം പറഞ്ഞു, ഇതേ കൊന്നോളെ ഞാൻ. പറയൂ, പറയാൻ. इनका नाम भी नहीं ले सकते मार पहले पड़ी आवाज बाद में आ रही है ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളെ പറ്റി അവാദം പറഞ്ഞുണ്ടാക്കിയ ഇവനല്ല, ഇവൻ ഊമയാണ്. हाँ അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി. हाँ तो शक्ल इनकी इतनी हाँ मासूम इतने है। क्यूट बन जाते हैं ना एकदम से वो फिसलते हुए ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേരത്തെ ഇറങ്ങി. फालतू में पीट दिया क्या फायदा वैसे तो सही पीटा है ഹലോ, മറ്റാൾ അവിടെ പോയി. सॉरी അതൊന്നും സാരമില്ല. It's all right. എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കിട്ടാറുള്ളതാ. तब उधार देने की वजह से ഇനി ഇവിടെ കിടന്ന ചുറ്റിത്തിരണങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും.
ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ. ഓ, ഇത് കൈയാണോ കാലാണോ? വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവരെ കല്യാണം വിളിച്ചോ? അവരറിഞ്ഞതൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല. നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും और തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. क्या कर रहा है? ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. सुखी नहीं रखेंगे इसको। പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. अरे वाह, शाबाश। क्या बात है। അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കുള്ളത്. वाह। പണത്തെ അല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും. അവന് ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും. ओ क्या बात है। भाई हो तो ऐसा, भाई हो എന്തിനാണ് तो നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ ബദലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവരുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും. എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവും ഞാൻ പ്രതീക്ഷിച്ചു. ये बिल्कुल गदर की वाली लग रही है। ഇവിടുന്ന് ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോകാനാ? लीव എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. I'll give you money। കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 രൂപയോ? 500 रुपए। ജാക്കി ചണ്ടിടി പോലത്തെ 10-200 ഇടി കൊണ്ടവന് ഒരു 500 ഉലുവേ. 10 ജാക്കി ചാൻ പിന്നെ എത്ര വേണം? ഒരു 7.5 7.5 लाख। അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കെ, ഞാൻ ഓർമ്മിച്ചു. ഏയ്, ഒരുപാട് വാശി हार्ड കാണിക്കരുത്. मत बनना। നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ പയ്യൻ നിന്നെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാന്റെ അല്ല മൈക്ക് ടൈസൺ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം തല കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ये अच्छा है, अपना यूज कर दिया, फेंक दो। നീ എന്താ എന്നെ വരട്ടുക? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ പയ്യല്ലേ? ആ കാലമാടന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. എടാ, ചൂടാവാതിരി. നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കൈയക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. फंस तू गई। भी फंसेगी। എന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. डबल फंसी, അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. ट्रिपल फंसी। ഇന്നത്തെ കാര്യം പോകാം. അതെ, ഇനി ഒന്നും വയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാണ്. എങ്ങാനും ഞാൻ മിണ്ടി പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ആഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മേം സാർ. मुंह तोड़ जवाब। വിടറ കൈ. ഗംഗാധര ഒന്ന് അടങ്ങ്. ഒന്ന് അടക്കാനാണ് അതെ, വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരം വരെ നിങ്ങൾ തല്ലി ചതിച്ചിടാ. ഗംഗാധര ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവൻ അറിയും. എന്റെ പണി പോകും. പണി പോട്ടടാ. നീ കടപ്പുറത്തേക്ക് വാ. നിനക്കവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്വാമിനെ പിടിക്കാം. चलो എന്റെ അനന്തരവനെ തല്ലിയല്ലേ? ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായ ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചെടുക്കുന്നതാണ് അബദ്ധം. കയ്യെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവയ്ക്കൂ. കാശ് പിന്നെ തന്നാ മതി. मनी लेटर। വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവന് വിടില്ലാന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറ. ഇപ്പൊ ഇതിന് സമാധാനം പറ. എടോ, ഒന്ന് പതുക്കെ പറ. അവനകത്തുണ്ട് സിക്കന്ദർ. സിക്കന്ദറെല്ലാം മട്ടന്തർ വന്നാൽ अरे बहुत ज्यादा बोल रहे ഈ हैं। ഗംഗാധരനല്ലേ? കടപ്പുറമാ, കടപ്പുറം. കയ്യിൽ 70 വാർ കൊണ്ട് ജനിച്ചവനാ. क्या मसला है आपको? पहली बार अच्छे कंट्रास्ट पे पक करनी है। वही नोटिस कर रहा है तू। അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റിയില്ല. ये यूं करके। അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. माफी मांग ली मैंने। അവനെ വിളിക്ക്. വിളിക്കൂ. ओहो, क्या बात है। ये तो जॉब लगा दी। അവന് ഞാൻ ജോലി കൊടുത്തു. 5,000 സാലറി. वाह, 1000 പോരെ? उस टाइम पे क्या बात है। सही है। ഇനി ഇവിടെ നിന്ന് വാവിളിച്ചാണല്ലോ. ഉം.
ഈ 5000 എന്ന് പറഞ്ഞ എത്രയാ? 5000. കൊടുക്കോ? കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നും നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. പോടാ. चलो निकलो. क्या बात है, कितना प्यार से कर रहे हैं। 5000 അനക്കണ്ട. 5000 അനക്കണ്ട. അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി പണിക്കോട്ടെ. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി आऊंगा. ഇതെന്താ ആടിനുണ്ടായത്? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയല്ലേ? बैग बोल लेते प्रॉपर. गुड मॉर्निंग मैडम. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. गुड मॉर्निंग. इनके लिए जॉब ही ठीक है, ये बिजनेस तो इनका फ्लॉप ही जाता है. ഭയ്യ, അവന് വീട്ടിലെ പണി തന്നെ പോരെ? ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഈ 2 നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താൽ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മെടുക്കണ. ഇവിടെയുള്ള ആരെക്കാളും മെടുക്കണ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. മുളപ്പിക്കോ. बोरा. इसका प्लान क्या है? इसको परेशान करना और क्या, बेचारे को. നീ പൊടി. എന്താ എന്താ बोरा. ജനൽ പാടിയാ? അതൊക്കെ കഴിഞ്ഞു. അവിടെങ്ങും പോയിരിക്കേ. क्या बात है. ओए ये आ गया यहाँ पे. अरे എന്താടാ, കാശ് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുകയില്ല. ആ ഏരിയയിൽ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് കൊണ്ടേ. ആ ओ ഉണ്ണി എന്ന് പറഞ്ഞ നാവിട്ടടിച്ച ആരും വീണു. ഈ ഞാനും വീണു. പക്ഷെ കാശ് പോയത് എന്റെയാ. उसको इससे पैसा लेना है, उसको इससे लेना है. ഒക്കെ നീ പറഞ്ഞല്ലോ. कितना ഡെഡ് ബോഡി छोटा है यार. കിട്ടാൻ ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്നാ. ले इंश्योरेंस कंपनी से पैसा नहीं आया. അയാൾ ആ കാശ് ഒതുക്കി അവന്റെ കഴുത്തിന് പിടിച്ച കാശ് കിട്ടും. അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി ആ, വീടിന് നേരെ കല്ല്. ഓ. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീ വെക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ആ നാട്ടുകാരായാൽ അങ്ങനെ വേണം. ആരാത്? ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. अरे ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ, കരിഷ്മ. ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി. उन्नी. എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേര് രക്ഷപ്പെട്ടത്. അതെങ്ങനെയാ? അവന്റെ ബോഡി അതും മുങ്ങി. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തു നോക്കാൻ कोई भी डेड बॉडी के साथ फोटो मैच. കൂടെ കൊണ്ട് നടക്കുക. चलो पकड़े गए. वो कितनी एकदम क्लासिक फोटो है. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞത് പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കാം. अब ये बुरे फंस चुके हैं बिकॉज यहाँ पे अभी इनकी फैमिली के बारे में जो हो रहा है वो सारी चीज़ें पता लग चुकी हैं. और अब जो है इनको मतलब इनके जॉब भी लगी हुई है. साथ में अब ये है कि कुछ चीज़ अच्छी भी हो रही है पर कुछ चीज़ बहुत फंसी हुई भी हो रही है. और कॉमेडी तो चलती जा रही है. पर सच में यार वो बड़े साहब ने बेचारे को बहुत ज्यादा मार लिया. इतनी ज्यादा इन्होंने मार खा ली और ये लड़की तो उनके पीछे ही पड़ गई है यार. मतलब कैसे भी करके बस उसको तबाह करना है. और वो कैसी थी कि भाई तुम चले जाओ. तो बोले कैसे चले जाओ? बोले 500 रुपये. 500 रुपए में
जाओ। लेकिन तब भी 500 रुपये तो काफी कम ही थे उस टाइम के लिए। हाँ। तो आप लोगों को सीन कैसा लगा कमेंट सेक्शन में जरूर बताएगा। तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए। सब्सक्राइब करिए। बाय।